ഡിയർ വ്യൂവേഴ്സ്, ഈ കാണുന്നത് പോലെ നിങ്ങൾക്ക് ഇൻഡോർ പ്ലാന്റ്സിന് വീട്ടിൻ്റെ അകത്ത് വളർത്താം. എങ്ങനെ? മണ്ണൊന്നുമില്ലാതെ. മണ്ണില്ലാതെ നമുക്ക് ചെടികൾ വളർത്താൻ പറ്റുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ആണ് നമുക്ക് അത്തരത്തിൽ എളുപ്പത്തിൽ വളർത്താൻ കഴിയുക. അപ്പോൾ ഏതൊക്കെ പ്ലാന്റാണ്, എങ്ങനെയൊക്കെയാണ് വളർത്തേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യം ഏതൊക്കെ പ്ലാന്റ് ആണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇതുപോലെ പോത്തോസ്, അതായത് മണി പ്ലാന്റ്, പല വെറൈറ്റീസ് ഉണ്ട്. പോത്തോസ്, എൻജോയ് പോത്തോസ്, മാർബിൾ പോത്തോസ്, അങ്ങനെ പലതരത്തിലുള്ള പോത്തോസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കളക്ട് ചെയ്യാം. ഈ ഓരോ വെറൈറ്റി പോത്തോസിനെ നമുക്ക് കളക്ട് ചെയ്യാം. പോത്തോസ് ഇൻഡോറായിട്ട് വളർത്താൻ നല്ലൊരു പ്ലാന്റാണ്. മാത്രവുമല്ല, വെള്ളത്തിൽ വെച്ച് വളർത്താൻ വളരെ ബെസ്റ്റ് ഒരു പ്ലാന്റാണ് പോത്തോസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മാർബിൾ പോത്തോസാണിത്, അതിൻ്റെ കട്ടിങ് എടുക്കാം. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തു. ഇനി ഈ കാണുന്നത് ഫിലോഡെൻഡ്രോൺ ആണ്. ഫിലോഡെൻഡ്രോൺ ലെമൺ എന്ന് പറയുന്ന വെറൈറ്റി പ്ലാന്റാണിത്. ഇത് പുറത്ത് മണ്ണിൽ നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. അത് നമുക്ക് അതിൻ്റെ ഒരു വേരോട് കൂടി എടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിൽ വെച്ച് വളർത്താനായിട്ട് സാധിക്കും. ഈ കാണുന്നത് ഒരു ബിഗോണിയ വെറൈറ്റിയാണ്. അപ്പോൾ ഇതൊരു നല്ല ഭംഗിയുള്ള ബിഗോണിയാണ്. അതും നമുക്ക് വെള്ളത്തിൽ വെച്ച് വളർത്തിയെടുക്കാം. അതിനെ വേരോടുകൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ വെച്ച് അതും വളർത്തിയെടുക്കാം. അപ്പോൾ അതിൻ്റെ കട്ടിങ്സും നമുക്ക് ആദ്യം കളക്ട് ചെയ്തിട്ട്, എല്ലാം ആദ്യം കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് വേണം നമുക്കിതെല്ലാം വെള്ളത്തിലേക്ക് റെഡിയാക്കി വെക്കാനായിട്ട്. അപ്പോൾ ബിഗോണിയയുടെ 2 കട്ടിങ്സ് എടുത്തു, നമ്മൾ ഫിലോഡെൻഡ്രോൺ ലെമൺ എടുത്തു, മാർബിൾ പോത്തോസ് എടുത്തു. അങ്ങനെ കുറച്ച് പ്ലാന്റ്സ് നമ്മൾ കളക്ട് ചെയ്തു. ഇനിയും നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സൊക്കെ അങ്ങനെ വെള്ളത്തിൽ വെച്ച് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഏതൊക്കെ പ്ലാന്റ് ആണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇപ്പോൾ 3 കളക്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി കളക്ട് ചെയ്തിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ് സെറ്റിംഗ് ചെയ്യാം. അപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കട്ടിങ്സ് എല്ലാം എടുത്തിട്ട് അതിനെ നമുക്ക് വെള്ളത്തിൽ വളർത്തുന്നതിനായിട്ട് ആവശ്യമായ ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തെടുക്കണം. ആവശ്യമില്ലാത്ത താഴെയുള്ള ഇലകളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേരുള്ള ഭാഗം നോക്കിയിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കാം. അങ്ങനെ ഒരു ബോട്ടിലിൽ തന്നെ നമുക്കൊരു 3, 4, 5 വരെ വയ്ക്കാം. 5 കട്ടിങ് വരെ നമുക്ക് വയ്ക്കാൻ പറ്റും. അതിൻ്റെ സ്പേസ് നോക്കണം. നല്ല ഇറുകിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കേണ്ട. ഒരു ഫ്രീ ആയിട്ടിരിക്കുന്ന രീതിയിൽ നിങ്ങൾ കട്ടിങ്സ് അതിൻ്റെ അകത്ത് വയ്ക്കുക. വേരുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. വേരില്ലാതെ വളരുന്നതും വേരിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതും നല്ലതായിരിക്കും. ചിലത് അല്ലാതെയും വെള്ളത്തിൽ നിൽക്കുന്ന പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഈ പ്ലാന്റ്സ് എന്തായിരുന്നാലും നല്ല രീതിക്ക് വെള്ളത്തിൽ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ മണ്ണെടുക്കുകയോ പോട്ടിംഗ് മിക്സ് വാങ്ങുന്നതിൻ്റെയോ മണ്ണ് വീട്ടിനുള്ളിലാകുമെന്നുള്ളതോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ നല്ല ഗ്രീനറി നമുക്ക് വീട്ടിനുള്ളിലേക്ക് കൊണ്ടുവരാം. അതാണ് ഇതുവഴി നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വീടിൻ്റെ ഇൻഡോഴ്സ് അലങ്കരിക്കാനായിട്ട് നമുക്ക് വളരെ ലെസ് എക്സ്പെൻഡിച്ചറിൽ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അതും നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ആണ്. കാരണം വീട്ടിനുള്ളിൽ ഗ്രീനറി കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കാണെങ്കിൽ പോലും ഇത്തരത്തിൽ നമുക്ക് പ്ലാന്റ്സിനെ വീട്ടിനുള്ളിൽ വളർത്തിയെടുത്ത് വീട്ടിൻ്റെ അകം കുറച്ചുകൂടി എനർജറ്റിക് ആക്കാനും അട്രാക്റ്റീവ് ആക്കാനും നിങ്ങൾക്ക് സാധിക്കും. ചിലരുടെയൊക്കെ കംപ്ലൈൻ്റ് ആണ്, എൻ്റെ വീട്ടിൽ മണ്ണില്ല, സ്ഥലമില്ല, അപ്പോൾ എനിക്ക് ചെടികളൊന്നും നടാൻ കഴിയില്ല, എനിക്ക് സമയമില്ല, എനിക്ക് ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് സമയമില്ല, വീട്ടിനകത്ത് ചെടി വയ്ക്കാനുള്ള സ്ഥലമില്ല. അതാണ് മെയിനായിട്ടുള്ള എല്ലാവരുടെയും ഒരു കംപ്ലൈൻറ്റ്. മിക്കവാറും സിറ്റിയിലുള്ളവർക്കെല്ലാം ഉള്ള ഒരു കാര്യമാണല്ലോ. അധികം സ്ഥലം ഉണ്ടാവില്ല, പിന്നെ സമയം ഉണ്ടാവില്ല. ഇത് രണ്ടും ഉണ്ടെങ്കിൽ പോലും മണ്ണ് കിട്ടാനുള്ള പ്രയാസം ഉണ്ടായിരിക്കും, പോട്ടിംഗ് മീഡിയ കിട്ടാനുള്ള പ്രയാസം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, അതായത് ഒരു ഹേർട്ട് ഓഫ് ദ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക്, പ്രോപ്പർ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഗാർഡനിങ് ഒരു ഓപ്ഷനാണ് ഞാനീ പറയുന്നത്. ഇൻഡോർ ഗാർഡൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാട്ടറിൽ വെച്ച് ഈ പ്ലാന്റ് കട്ടിങ്സ് വളർത്തിയെടുക്കാൻ കഴിയും. അതിന് പറ്റുന്ന ചില പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ആ പ്ലാന്റ്സ് കളക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ അകത്ത് വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് പോലും നല്ല രീതിയിൽ ഇൻഡോർ ഗാർഡനിങ് ചെയ്യാൻ പറ്റും, ഈ വെള്ളത്തിൽ വെച്ച് വളർത്തിയെടുക്കുക. അപ്പോൾ പോട്ടിംഗ് മീഡിയ എന്ന് പറയുന്ന മണ്ണ് തന്നെ ആവണമെന്നില്ലല്ലോ. വെള്ളത്തിലൂടെയും നമുക്ക് ചെടികളിൽ വെള്ളത്തിൽ വെച്ചും വളർത്തിയെടുക്കാൻ കഴിയും. നിങ്ങൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും സിറ്റിയുടെ സെൻട്രലിലൊക്കെ താമസിക്കുന്നവർക്കും സമയമില്ലാത്തവർക്കും ഒക്കെ ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് പ്ലാന്റ് കട്ടിങ്സ് നമുക്ക് വെള്ളത്തിൽ വെച്ച് വളർത്തിയെടുക്കുക എന്നുള്ളത്. ഞാനിവിടെ 8 ബോട്ടിലുകളിലാണ്
പ്ലാന്റ്സ് കട്ടിങ്സ് വയ്ക്കുന്നത്. അതിൽ 5 വെറൈറ്റികളേ ഉള്ളൂ. ആ വെറൈറ്റികളെല്ലാം ഞാൻ ഈ 8 ബോട്ടിലുകളിലായിട്ട് വയ്ക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ള ചെടികൾ എൻജോയ് പോത്തോസ്, മാർബിൾ പോത്തോസ്, നിയോൺ പോത്തോസ്, ഫിലോഡെൻഡ്രോൺ ലെമൺ, ഹാങ്ങിങ് ബിഗോണിയ. ഇത്തരം വെറൈറ്റീസാണ് ഞാനിവിടെ കട്ടിങ്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇത് ലെസ് മെയിൻ്റനൻസ് ആണ് എന്നുള്ളതാണ്. മാത്രമല്ല നമ്മുടെ ഇൻഡോറിന് ഒരു ഭംഗി കൂട്ടാനൊക്കെ നമുക്ക് സാധിക്കും. എത്ര കുറഞ്ഞ സ്ഥലമുള്ളവർക്കും ഇത്തരത്തിൽ നമുക്ക് പ്ലാന്റ്സുകളെ വളർത്താനും സാധിക്കും. ഇനി ഇതിൻ്റെ മെയിൻ്റനൻസ് പറയുമ്പോൾ നമ്മൾ ആഴ്ചയിലൊരിക്കൽ ഇതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം. വെള്ളം മാറ്റി കൊടുക്കുക, പിന്നെ അതിൻ്റെ ലീഫൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക. പിന്നെ അതിന് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇത്രയുമൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് തന്നെ ആ പ്ലാന്റ്സിനെ നമുക്ക് ഇൻഡോറിൽ വളർത്തിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇനി സ്ഥലമില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ ആരും ചെടി വളർത്താതിരിക്കേണ്ട. മനസ്സിലുള്ള ആഗ്രഹമാണ്, അത് നിങ്ങൾക്ക് വളർത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും വളർത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് ഒരു ചെറിയ ഇൻഡോർ ഗാർഡൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാവും ഇത്. പിന്നെ ഇന്ന ബോട്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ല, ഒരു സാധാരണ ബോട്ടിലുകളാണെങ്കിലും മതി. നല്ല ഭംഗിയുള്ള ബോട്ടിലുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്, നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കും ഇത്തരത്തിൽ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എന്നെ എൻ്റെ ഡീറ്റെയിൽസ് അറിയിക്കേണ്ടതാണ്. നിങ്ങൾ ആരെങ്കിലും അത്തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കാര്യവും എന്നെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കാണൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം.